ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ആദർശ് പറയാണ്, ഉടനെ അദ്ദേഹം എന്തായാലും വിളിക്കും. അവൻ പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ പറയേണ്ടതൊക്കെ അവൻ പറയും. അന്ന് നിർമ്മൽ പണം ചോദിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ. ഞാൻ പറയാം, ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരൊക്കെ സാധാരണ പണം ആവശ്യപ്പെടുന്നൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ആരൊക്കെയോ പറഞ്ഞു വിളിപ്പിക്കുന്നത് പോലെ നിർമ്മൽ വിളിച്ചത്. അവൻ പണം ആവശ്യപ്പെട്ടതും എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം കേട്ട ആരെങ്കിലും വിളിച്ചു പറയാതെ അവൻ ആ സമയത്ത് വിളിക്കില്ല. പോയിസ്നസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനമാവും. ഇതെല്ലാം ഒളിഞ്ഞു എന്ന് അഭി കേൾക്കുന്നുണ്ട്. അവനെ അഭി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവനും ഇനിയുള്ള കാലം അകത്താ. അപ്പോൾ നവ്യ പറയാണ്, അഭിയെ അകത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവൻ എൻ്റെ ഭർത്താവല്ലേ. പിന്നെ ആ സംഭവത്തിൻ്റെ പേരിൽ എന്നെ വീട്ടിലെ പലരും സംശയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അവനും അവൻ്റെ അമ്മയും. അതുകൊണ്ട് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം. എനിക്കത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ അഭി ആരെയോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് പറയാണ്, ഇവനെന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും അവിടെ കുറേ പോലീസുകാരെത്തി. അതിനുശേഷം അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൻ കുതറി മാറാനും ശ്രമിക്കുന്നുണ്ട്. പിടിക്കട അവനെ എന്ന് പറഞ്ഞിട്ട് അവർ ബലമായി പിടിച്ചു കൊണ്ടുപോവാണ്. ആദർശ് കുറേ തവണ വിളിച്ചു SIയെ. അതിനുശേഷം ആദർശ് പറയാണ്, എത്ര വിളിച്ചിട്ടും SI എടുക്കുന്നില്ല. അവിടെ എന്താ സംഭവിച്ചത്, എന്താ നടന്നത് എന്നൊന്നും അറിയില്ല. അപ്പം നവ്യ പറയാണ്, അവൻ പഠിച്ച കള്ളനാ. അതുകൊണ്ട് തന്നെ അവൻ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് എവിടെയെങ്കിലും മുങ്ങിക്കാണും. പോലീസ് അവൻ്റെ വീട് വളഞ്ഞതല്ലേ, പിന്നെ എങ്ങോട്ട് പോകാനാ. അവൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണോ? ഒന്നും അറിയില്ല. SI ഫോൺ എടുത്താലേ എന്തെങ്കിലും അറിയാൻ പറ്റൂ. വീണ്ടും ആദർശ് വിളിച്ചു, എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. നവ്യയും നയനയും ഒരു വല്ലാത്ത വിഷമത്തിലാണുള്ളത്. അഭി അപ്പോൾ മറ്റേ ചങ്ങായിയെ വിളിക്കുകയാണ്. അപ്പോൾ ചങ്ങായിയോട് പറയാണ്, എടാ ഓടറാ. എന്തിനാ ഓടുന്നേ? ഓടാനോ? എടാ ഓടി ഒളിക്കടാ. എന്താ അഭി നീ പറയുന്നേ? എടാ നിന്നെ തേടി പോലീസ് വന്നിട്ടുണ്ടെന്ന്. നീ താമസിക്കുന്ന വീട്ടിൽ. ഏത് വീട്ടിൽ? ഞാനിപ്പോൾ കുറച്ച് ദൂരെയാടാ, വിജനമായ സ്ഥലത്തിരിക്കുക. അപ്പം നീ നിന്റെ കൂട്ടുകാരൻ്റെ വീട്ടിലല്ലേ? അല്ല, അവിടുന്ന് ഞാൻ പോന്നിട്ട് ദിവസങ്ങളേറെയായി. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. നീയും കൂട്ടുകാരും താമസിക്കുന്ന വീട്ടിൽ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി ഇന്നവർ നിന്നെ പൊക്കുമെന്ന്. എന്നെ പൊക്കിയാലും ഞാൻ നിന്റെ പേര് പറയില്ല. പിന്നെ ഞാൻ നിനക്ക് വേണ്ടിയാണ് റിസ്ക് എടുത്തത്. അതിന് കുറച്ച് ക്യാഷ് എനിക്ക് വേണം. എന്ത് വേണമെങ്കിലും തരാം, നീ ഒന്ന് മറഞ്ഞു നിന്നാൽ മാത്രം മതി. കരുതി പോലീസ് നിന്നെ വിട്ടുകളഞ്ഞു എന്നാ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. എൻ്റെ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ആ SIയെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് അയാൾ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നാൽ സൂക്ഷിച്ചോ. ശരിയടാ. പോലീസിന് ആ വീട്ടിലുള്ളവനെയാണ് കിട്ടിയത്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, മറ്റവൻ അകത്തുണ്ടോ? ഇല്ല സാർ, മുഴുവൻ നോക്കി. അപ്പോൾ പറയാണ്, മറ്റവൻ എവിടെയാണ് അവിടെ ഉള്ളത്? പറയടാ, എനിക്കറിയില്ല സാർ. അവന് പോലീസുകാരൻ്റെ അടുത്ത് നിന്ന് കുറേ അടി കിട്ടി. അപ്പോൾ അവൻ പറയാണ്, ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവൻ ഇന്നലെ രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ പോയി. എങ്ങോട്ടാ എന്ന് എനിക്കറിയില്ല. അവനോട് കാര്യങ്ങൾ വിശദമായി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് സാറ് ഫോണും കൊണ്ട് പോവാണ്. ആദർശാണ് വിളിച്ചത്. ഹലോ, എന്തായി സാർ? അവനെ കിട്ടിയില്ല, അവൻ്റെ കൂട്ടുകാരനെ കിട്ടി. അവൻ ഇന്ന് രാവിലെ തന്നെ ഇവിടുന്ന് മുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അവനെ കിട്ടിയില്ല അല്ലേ? അഭി ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ കൂട്ടുകാരനെ നല്ലോണം ഒന്ന് ചോദ്യം ചെയ്യട്ടെ. ഞാൻ എന്നിട്ട് വിളിച്ചോളാം അങ്ങോട്ട്. ശരി സാർ. ഇന്ന് രാവിലെ അവൻ അവിടെ നിന്ന് മുങ്ങിയെന്നാണ് SI പറഞ്ഞത്. നയനയോടും നബിയോടായിട്ട് പറയാണ്. അവൻ്റെ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നവ്യ പറയാണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവൻ സൂത്രശാലിയാ. പോലീസിന് അത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അവൻ എവിടെ മുങ്ങി നടന്നാലും ശരി, ഇന്നല്ലെങ്കിൽ നാളെ അവനെ എന്തായാലും പിടിക്കപ്പെടും. അവനെക്കുറിച്ച് അവൻ്റെ നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണ്. അങ്ങനെ ഒരുത്തന് ഒരുപാട് നാളൊന്നും മറഞ്ഞു നിൽക്കാൻ പറ്റില്ല. നവ്യ പറയാ, ഇന്നത്തോടെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകുമെന്ന് കരുതിയതാ. എന്നിട്ട് നിരാശയാണല്ലോ ഫലം. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവനെ നമ്മൾ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല. SIയോടും അതേ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിഗണന എന്തായാലും അവർ ഈ കേസിൽ കാണിക്കും. സത്യം പറയാലോ, അവൻ കാരണം ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയിട്ടുണ്ട്. അത്രത്തോളം അവൻ എന്നെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദർശ് പറയാണ്, നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നവ്യേ. നീ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാര്യത്തിൽ നീ നയനെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം എനിക്കും തോന്നുന്നുണ്ട് ആദർശേട്ടാ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവളോട് പഴയ അസൂയയും കുശുമ്പും ഒന്നുമില്ല. ഞാനാണ് ഇവളുടെ ചേച്ചിയെങ്കിലും ഒരു ചേച്ചിയുടെ പക്വത കാണിച്ചിട്ടുള്ളത് ഇവളാ.
എന്നാൽ അത് മനസ്സിലായിട്ടും പലപ്പോഴും ഇവളെ തള്ളിപ്പറഞ്ഞതാ എനിക്ക് പറ്റിയ തെറ്റ്. അത് പറഞ്ഞ് നവ്യ പോയി. നവ്യ പോയപ്പോൾ നയനയോട് ആദർശ് പറയാണ്, അതേ നിനക്കങ്ങനെ കൂടുതൽ പക്വത ഉണ്ടെന്നൊന്നും നീ കരുതണ്ട. അവളെക്കാളും കുറച്ച് ബെറ്ററാണെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ആരുടെയും സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും ഉണ്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ. ആരും അത്ര പെർഫെക്റ്റ് അല്ല. പിന്നെ ഒരു പ്രശ്നം നമ്മൾക്കുണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ആരെ പറ്റിയാ പറഞ്ഞത്? ഞാൻ ആദർശേട്ടനെ പറ്റിയാ പറഞ്ഞത്. എന്താ മറ്റാരെയെങ്കിലും പറ്റിയാണെന്ന് തോന്നിയോ? ആ, വല്ലപ്പോഴെങ്കിലും ആ ബോധമുണ്ടല്ലോ. തിരിച്ചും അതുണ്ടായിരുന്നാൽ നന്നായിരുന്നു. അഭി സെൻട്രൽ ഇരുന്നിട്ട് ആലോചിക്കുക. ഇനിയിപ്പോൾ കൂട്ടുകാരനെ ചോദ്യം ചെയ്യുമ്പോൾ നിർമ്മലിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്തോ. അബി ഹാളിലേക്ക് വരുന്ന സമയത്ത് കാണുകയാണ് അബി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ആലോചിക്കുകയാണ്. അബി എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്കെന്താ ഒരു ഭയം പോലെ? ഭയോ? ഞാനെന്തിനാ ഭയക്കേണ്ടത്? ആരെയാ ഭയക്കേണ്ടത്? ഏതായാലും ആ നിർമ്മലിനെ ഉടനെ പിടിക്കും കേട്ടോ. ഇന്നേ വരെ ഞാൻ ഒരുത്തനെയും പ്രേമിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനെ മുതലെടുത്തവനാ അവൻ. എന്നെ ഞാൻ വെറുതെ വിടില്ല. അത്രത്തോളം അവൻ എന്നെ മോശക്കാരിയാക്കി. നടത്തി അവൻ ഏതെല്ലാം തരത്തിലുള്ള ഫോട്ടോസാണ് ഇവിടെ എത്തിച്ചത്. അതെല്ലാം നീ ഇവിടെയുള്ളവരുടെ മുന്നിൽ വാരി വിതറിയില്ലേ. അപ്പോൾ അവ പറയാണ്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് എനിക്കിപ്പോഴും അറിയാം. നീ എന്തിനാ അതിൻ്റെ പിന്നാലെ നടക്കുന്നത്? എനിക്കതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. എൻ്റെ ക്യാരക്ടറിലെ അവൻ ചോദ്യം ചെയ്തേ. സാധാരണ ഇങ്ങനെ ഒരു കാരണം ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ സംശയിക്കുകയല്ല ചെയ്യുക. ഇങ്ങനൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത ആളെ പിന്നാലെ പോകും. നീ അങ്ങനെ പോയോ? നീ ഇപ്പം എന്നെ സംശയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലുള്ള ഫോട്ടോസല്ലേ ഞാൻ കണ്ടത്. അതെങ്ങനെ കൃത്യമായി നിൻ്റെ കയ്യിൽ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം എന്താ? അവൻ തന്നെ എനിക്ക് അയച്ചു തന്നതായിരിക്കും. എന്തായാലും ആ ചതിയനെ ജയിലിൽ കയറ്റാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവൻ പുറത്ത് ജീവിക്കേണ്ടവനല്ല. കുടുംബം കലക്കികൾ അങ്ങനെയുള്ളവരെ ജീവിക്കാൻ അനുവദിക്കരുത്. ഇവനൊക്കെ ഫ്രോഡാണെങ്കിൽ എന്ത് ചെയ്യാനും മടിക്കില്ല. അഭി പറയാ, ഇനി അവൻ്റെ പിന്നാലെ പോവാതിരിക്കുന്നതാണ് നല്ലത്. നിനക്കിപ്പോൾ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആര് പറഞ്ഞു നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന്? സാമ്പത്തിക നഷ്ടം എനിക്കുണ്ടായിട്ടില്ല. ഇവിടെ എന്നാൽ എൻ്റെ മാന പോയിട്ടുള്ളത്. അതിൻ്റെ അത്രയും വില ഒരു പെണ്ണിന് മറ്റൊന്നിനുമില്ല. അപ്പം പിന്നെ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് നീ പറഞ്ഞാലോ? സ്വന്തം ഭർത്താവ് അതിൻ്റെ പേരിൽ നിന്നെ സംശയിക്കുമ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത്. അയാളെല്ലാം മനസ്സിലാക്കിയെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. നീ ഇപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അബിയോട് നവ്യ പറയാം, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കരടുണ്ട്. കേസും വഴക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ഇപ്പോൾ അതറിയാത്തവരും അറിയും. അറിയട്ടെ. അങ്ങനെ അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എടാ, അങ്ങനെ ഭയക്കുന്നതാ ഞങ്ങൾ പെൺകുട്ടികൾക്ക് പറ്റുന്ന അബദ്ധം. ഞങ്ങൾ പെണ്ണുങ്ങൾ കുറച്ച് ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ കൊമ്പൊടിക്കാൻ പറ്റും. ആര് അനാവശ്യം കാണിച്ചാലും കള്ളക്കഥകൾ കെട്ടിച്ചമച്ചാലും അവനൊക്കെ ഒരു പാഠം പഠിക്കണം. ഇതിനുള്ള അവസരം വരുമ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തുക വേണ്ടത്. എന്നെ കാണിക്കുന്നത് അനിയയാണ്. അനിയ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പം പതുക്കെ നേനയുടെ അമ്മ വന്നിട്ട് അവിടെ നിന്നിട്ട് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് കുറേ നേരമായല്ലോ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാം. റിങ്ങുണ്ട്. ആശ്വാസമായി. നന്ദൂട്ടാ, ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. ഇപ്പം മോൾ ആരോട് സംസാരിക്കായിരുന്നു? അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ? എൻ്റെ ഫോൺ എൻഗേജ്ഡ് ഒന്നും ആയിരുന്നില്ല. എന്നാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോൾ കയറി വന്നതായിരിക്കും. അമ്മ എന്തിനാണ് വിളിച്ചത്? മോളുടെ ശബ്ദമൊന്ന് കേൾക്കാൻ തന്നെ. മറ്റേ രണ്ട് മക്കളും ഇവിടെ ഉണ്ടല്ലോ. എൻ്റെ നന്ദൂട്ടനല്ലേ എൻ്റെ അടുത്തില്ലാത്തത്. അതുകൊണ്ടാണ് അമ്മ വിളിച്ചത്. എന്താ തെറ്റായിപ്പോയോ? അപ്പോൾ അനി ഇടയ്ക്ക് വന്നിട്ട് പറയാണ്, ഏയ് ഇല്ല, ഒരു തെറ്റുമില്ല. അനിയല്ലേ, ഒന്ന് ഫോൺ തരാം, ഞാനൊന്ന് സംസാരിക്കട്ടെ. നന്ദു, താനെന്താടോ ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാത്തേ? കാണുന്നില്ലല്ലോ. ഞാൻ വെക്കട്ടെ? ഞാൻ സംസാരിക്കുന്നത് അങ്ങോട്ട് കേട്ടിട്ട് വെച്ചാൽ മതി. നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും അമ്മയും ഇവിടെയില്ലേ. അപ്പം നന്ദുവിന് എന്താ ഇവിടെ വന്ന് 2 ദിവസം താമസിച്ചാൽ? അപ്പോഴേക്കും ഫോണ് കനക പിടിച്ച് വാങ്ങിക്കുകയാണ്. അതൊന്നും വേണ്ട, ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഞാൻ സംസാരിക്കാം. ആൻറ്റി, ഞാൻ നന്ദുവിനോട് 2 വാക്ക് സംസാരിച്ചിട്ട് തരാം. ഇത് വേണ്ട മോനെ. അപ്പോഴേക്കും നയന വന്നിട്ട് പറയാണ്, അതെന്താ അമ്മ അങ്ങനെ? എനിക്ക് നന്ദുവിനോട് സംസാരിച്ചൂടെ? ആൻറ്റി നന്ദുവിനല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്? ഞാൻ വിളിച്ചതല്ല, ആൻറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ വാങ്ങിച്ചതാ. ഞാൻ പറയാ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ അനിയും പറയാണ്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആൻറ്റിക്ക് എന്താ പറ്റിയെന്നറിയില്ല. നന്ദു, ഹലോ ആക്കി, സാരമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. അപ്പോൾ കനക പറയാണ്, അല്ല എന്തിനാ മോൻ വിളിക്കുന്നേ? മോനെ അവളെ വിളിക്കാൻ ശ്രമിക്കാതെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോയി കല്യാണമൊക്കെ വിളിക്കാൻ നോക്ക്. അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് എന്ന് വെച്ച് നന്ദുവിനെ വിളിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ?
വേഗം പോയി അതും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ കനകയും ഓടിപ്പോവാണ്. ഏയ് മോനെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തോന്നിയെടുത്ത് അവരെ പിടിച്ചു നിർത്തി. എന്നിട്ട് പറയാണ്, ഏയ് അമ്മേ എന്താ പ്രശ്നം പറയ്. നന്ദുവിനെ അനി വിളിക്കുന്നതിൽ ഇപ്പം എന്താ പ്രശ്നമോ? ഏയ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല മോളെ. അനിയുടെ കല്യാണമൊക്കെ അല്ലേ. പെങ്കൊച്ചിനാണെങ്കിൽ നന്ദുമോളെ ഭയങ്കര സംശയമാണ്. അനാമികയ്ക്ക് എന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? ഇവിടെ വരുമ്പോഴൊക്കെ അനി നന്ദുവിന് അമിത പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ കൊച്ചു കണ്ടിട്ടില്ലേ? അതിൻ്റെ ഒരു ദേഷ്യം അതിനുണ്ട്. നന്ദുവിനെ ഒരു പെങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ അവർക്കിടയിൽ അതിനപ്പുറം ഒരു ബന്ധമുണ്ടെന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? അത് അല്ല, നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ ചിന്തിക്കുമല്ലോ. അത്രയല്ല, ആണും പെണ്ണും തമ്മിലുള്ള അത്ര ഒരു അടുപ്പോ അത് പാടില്ല മോളെ. അമ്മ ഒന്ന് നിന്നേ. നന്ദുവിന് ഓർമ്മയായ നാൾ മുതൽ അവൾ സംസാരിക്കുന്നതും സഹകരിക്കുന്നതൊക്കെ ആൺകുട്ടികളുമായിട്ടാ. ഒന്നും അമ്മ ഇത്തരത്തിൽ ചിന്തിച്ചിട്ടില്ലല്ലോ. എന്നാ ഇപ്പം ചിന്തിക്കുക, അവൾക്ക് കല്യാണപ്രായം ആയതുകൊണ്ട്. നീ അവളെ വിളിക്കുന്നതും അവളെ കാണുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. ജാനകി പിന്നെ സെൻട്രലിൽ ഒരു വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പം ജാനകി തന്നെ പറയാണ്, ജലജയും മോനും വന്നിട്ട് പറയാണ്, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ജാനകി എന്ന്. അപ്പോൾ ഞാൻ പലയിടത്തും വിവാഹം വിളിക്കാൻ വേണ്ടി പോയിരുന്നു. ഇപ്പോഴും അവന് ഈ കല്യാണത്തിന് ഒരു താല്പര്യവും ഇല്ല. മറ്റാരോ അവൻ്റെ മനസ്സിലുള്ളതുപോലെ. അഭി പറയാണ്, എനിക്കും അത് തോന്നാതിരുന്നില്ല. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ആ പെണ്ണിനെ തന്നെ അവൻ കെട്ടണമെന്ന് നിങ്ങളെല്ലാവരും വാശി പിടിക്കുന്നത്? ജലജ ചോദിക്കുകയാണ്. മുത്തശ്ശന അനാമികയുടെ അച്ഛന് വാക്ക് കൊടുത്തത്. പിന്നെ ഇനി അച്ഛൻ ഒരിക്കലും ആ വാക്ക് മാറ്റി പറയില്ല. എൻ്റെ ജാനകി, 2 മരുമക്കളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിനക്കറിയാലോ. അതിനുശേഷം ഈ വീട്ടിൽ ഒരു നല്ലൊരു സന്തോഷം ആരുടെ മുഖത്തും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ടാ സൂക്ഷിച്ചൊക്കെ കല്യാണം മതിയെന്ന് ഞാൻ പറഞ്ഞത്. ഒന്നാമത് അവൾ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഫീൽ ചെയ്യുന്നവളാ അവൾ. അങ്ങനെയുള്ളൊരു പെങ്കൊച്ച് കുടുംബത്തിൽ ഒത്തുപോകുമെന്ന് പറയാൻ കഴിയില്ല അമ്മായി. നീ ഇത് പോയി നിൻ്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോയിട്ട് പറ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. പറ്റില്ലല്ലോ ജാനകി, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി. നീ എന്തൊക്കെ പറഞ്ഞാലും നിശ്ചയിച്ച കല്യാണം ആ സമയത്ത് നടത്താതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നതിന് മുമ്പ് അനിയുടെ മനസ്സിൽ ഏതെങ്കിലും പെങ്കൊച്ചുകൾ ഉണ്ടോ എന്ന് തിരക്ക് ജാനകി. നീ അങ്ങനെ തിരക്കിയിട്ട് എന്താ കാര്യം? കല്യാണം ഉടനെ നടത്തും. ആ സമയത്ത് ഒരു പെങ്കൊച്ചിനെ കരയിക്കാൻ പാടില്ല. അപ്പോൾ മറ്റേ പെങ്കൊച്ചോ? ഇത് പെങ്കൊച്ച് അനി സ്നേഹിക്കുന്ന പെങ്കൊച്ച്. ഇതിന് അനി ആരെയാ സ്നേഹിക്കുന്നതെന്ന് നിനക്കറിയോ ജലജെ? അപ്പോൾ പറയാണ്, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അവനിടയ്ക്ക് ഒരു പെൺകുട്ടിയുമായി പാർക്കിൽ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. നീ എന്തിനാടാ അത് ജാനകിയോട് പറഞ്ഞത്? ഉള്ളത് പറയണ്ടേ? അവനാണെങ്കിൽ എന്തോ ഭാരം ഉള്ളിൽ വെച്ച് നടക്കുന്നത് പോലെയാ, പുറത്ത് പറയുന്നുമില്ല. വേറൊരുത്തിയെ മനസ്സിൽ വെച്ചുകൊണ്ട് അനാമികയെ വിവാഹം കഴിച്ചാൽ അവരുടെ ദാമ്പത്യം എന്താവോ എന്തോ. പിന്നെല്ലാം നീയും നിന്റെ മോനും കൂടി തീരുമാനിക്കേ. അവർ പോയി കഴിഞ്ഞപ്പോൾ കനക മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും എൻ്റെ മോളുടെ കാര്യം പറയാതിരുന്നത് ഭാഗ്യമായി. പിന്നെ കാണിക്കുന്നത് കനക പച്ചക്കറിയൊക്കെ അരിഞ്ഞിടുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നാന ചോദിക്കുകയാണ്, അമ്മേ എനിക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് വേഗം പെട്ടെന്ന് വരൂ. എവിടേക്കാണ് മോളെ പോകുന്നത്? ആദർശ് ഓഫീസിലേക്കാണോ? അല്ലമ്മേ, എനിക്ക് കല്യാണിയെ ഒന്ന് കാണണം. വിളിച്ചിരുന്നു, ഒന്ന് കണ്ടിട്ട് വരാം. കല്യാണി മോളെ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ. കിരണില്ലേ? കിരണിനെ കൂട്ടി എന്നാ ഒന്നിങ്ങോട്ട് വരാൻ പറയാത്തത് എന്താ? ഞാൻ പറയാം അമ്മേ. അതുപോലെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടും കുറച്ച് ദിവസമായി. ഞാൻ ഉടനെ വരാം അമ്മേ. അമ്മ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ? അതൊക്കെ പിന്നെ ഞാൻ നോക്കില്ലേ. മോള് പോയിട്ട് വാ. ശരി അമ്മേ. അങ്ങനെ നാന പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരു കാർ വന്ന് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.